ഹായ് ഓൾ. അഡ 247 പ്രൊവൈഡ് ചെയ്യുന്ന കറണ്ട് അഫയർ ക്ലാസ്സുകൾ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഇതിന്റെ നോട്ടൊക്കെ കിട്ടിയാൽ നല്ലതായിരുന്നു തോന്നുകയാണെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. അതിന്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കമ്മ്യൂണിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്ലോർ ഗ്രൂപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിൻഷീമിസ് ഫ്രീ PDF എന്നുള്ളൊരു ഫോൾഡർ കാണാനായിട്ട് സാധിക്കും. അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ട്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീക്ക്ലി റൗണ്ടപ്പിന്റെ നോട്ട്, നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് നമ്മൾ വീക്ക്ലി വൺസ് റിവൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നോട്ട്സ് ആവശ്യമുള്ളവർ കമ്മ്യൂണിറ്റി ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. ശരി, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് അടക്കാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് അടക്കാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: നക്ഷത്രസഭ എന്ന പേരിൽ ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രചാരണം നടന്ന സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നക്ഷത്രസഭ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. നക്ഷത്രസഭ എന്ന പേരിൽ ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രചാരണം നടന്ന സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിന്റെ ആൻസർ അറിഞ്ഞിരിക്കുക. ഓപ്ഷൻ ബി ആണ്, ഉത്തരാഖണ്ഡ് ആണ്. ഉത്തരാഖണ്ഡ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ എന്താണ് ഇത്, നക്ഷത്രസഭ എന്താണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ജ്യോതിശാസ്ത്ര കലണ്ടറുമായി യോജിപ്പിച്ച് 6 പരിപാടികൾ ഉൾക്കൊള്ളുന്ന രാജ്യത്തെ ആദ്യത്തെ വാർഷിക ആസ്ട്രോ ടൂറിസം ക്യാമ്പയിനാണ് നക്ഷത്രസഭ. ആകാശ നിരീക്ഷണം, അതുപോലെ സൂര്യനിരീക്ഷണം, ജിയോളജി സെഷനുകൾ, ഡാർക്ക് സ്കൈ കൺസർവേഷനെ കുറിച്ചുള്ള ചർച്ചകൾ, അതുപോലെ ജ്യോതിശാസ്ത്ര മത്സരം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നു പരിപാടി. അറിഞ്ഞിരിക്കുക, നക്ഷത്രസഭ എന്ന പേരിൽ ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രചാരണം നടന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഉത്തരാഖണ്ഡ് ആണ്. ഉത്തരാഖണ്ഡ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ: ലോക സൈക്കിൾ ദിനം എന്നാണ്. ലോക സൈക്കിൾ ദിനം എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ആൻസർ അറിയോ? എന്നാണ് ലോക സൈക്കിൾ ദിനം? സൈക്കിൾ ദിനം എന്നെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇമേജിൽ തന്നെ നമുക്ക് വളരെ ക്ലിയർ ആണ് അല്ലെ. എന്നാണ് ലോക സൈക്കിൾ ദിനം? എന്നാണ്? ജൂൺ 3 അല്ലെ. ജൂൺ 3 ലോക സൈക്കിൾ ദിനമായിട്ട് ആചരിക്കുന്നത്. ജൂൺ 3 എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. നമ്മുടെ ആൻസർ ലോക സൈക്കിൾ ദിനം 3 എന്നുള്ളത് അറിഞ്ഞിരിക്കുക കേട്ടോ. ലോക സൈക്കിൾ ദിനം എന്നാണ്? ജൂൺ 3 ലോക സൈക്കിൾ ദിനം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പൊ ജൂൺ 3 ലോക സൈക്കിൾ ദിനമായി ആചരിക്കുന്നത്. അപ്പൊ എന്തിനാണ് ഈ ഒരു ദിനം ആചരിക്കുന്നത്? സൈക്കിൾ ഉപയോഗിക്കുന്നതിന്റെ പ്രാധാന്യവും ഗുണങ്ങളും ആളുകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൈക്കിൾ ദിനം ആചരിക്കുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പൊ എന്താണ് സൈക്കിൾ ദിനം? ജൂൺ 3 എന്നുള്ളത് പഠിച്ചു വെച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പോൾ നമുക്ക് ഇനി വരുന്ന എക്സാംസിലൊക്കെ ഈ AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ധാരാളം എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം സ്ഥാപിതമായത് എവിടെയാണ്? ആൻസർ അറിയോ? AI ഉപയോഗിച്ചുകൊണ്ടുള്ള ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം അത് എവിടെയാണ് വന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ അറിയോ? എന്താണ് ഉത്തരം? AI അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം സ്ഥാപിതമായത് എവിടെയാണ്? പറയട്ടെ, ഉത്തരം പറയട്ടെ. ഉത്തരം അറിയുന്നവർക്ക് കമന്റ് ചെയ്യാം കേട്ടോ. ഉത്തരം അറിയുന്നവർക്ക് കമന്റ് ചെയ്യാം. എന്താണ് ഉത്തരം? എന്താണ് ഉത്തരം? ഓപ്ഷൻ A ആണ്, പെഞ്ച് ആണ് കേട്ടോ. പെഞ്ച് ടൈഗർ റിസർവ്. പെഞ്ച് ടൈഗർ റിസർവ് എവിടെയാണ് എന്നറിയുന്ന ആളുകളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴ്ന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഒന്ന് കമന്റ് ചെയ്തോളൂ, പെഞ്ച് ടൈഗർ റിസർവ്. അപ്പോൾ ഇടയ്ക്കൊക്കെ അങ്ങനെ ഓരോ കമന്റ്സ് ഒക്കെ ചെയ്യാൻ പറയുന്ന സമയത്ത് ഒന്ന് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ദിവസം വീക്ക്ലി റൗണ്ടപ്പിൽ എല്ലാത്തിൻ്റെ ആൻസർ കിട്ടിയ ആളുകളോട് കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ പേരൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കമന്റ്സ് ഒക്കെ ഒന്ന് ചെയ്യണേ. ഓക്കെ, അപ്പോൾ പെഞ്ച് ടൈഗർ റിസർവ് എവിടെയാണെന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആൻസർ ഇതാണ്, പെഞ്ച് ടൈഗർ റിസർവ് ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം സ്ഥാപിതമായത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പെഞ്ച് ടൈഗർ റിസർവിലാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. AI ഫോറസ്റ്റ് ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായി ഘടിപ്പിച്ചിരിക്കുന്ന ക്യാമറകൾ വഴി ശേഖരിക്കുന്ന വിവരങ്ങളും ഉപഗ്രഹാധിഷ്ഠിത ഡേറ്റയും സമന്വയിപ്പിച്ചുകൊണ്ടാണ് കാട്ടുതീ വളരെ വേഗത്തിൽ കണ്ടെത്താനായിട്ട് കഴിയുന്നത്. അപ്പോൾ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ കണ്ടെത്താനും അപകടം കുറയ്ക്കാനും സാധിക്കും. അപ്പോൾ അതാണ് ഇത് ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം സ്ഥാപിതമായത് എവിടെയാണ്? ആൻസർ എന്താണ്? പെഞ്ച് ആണ് കേട്ടോ. പെഞ്ച് ടൈഗർ റിസർവ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: കേരള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ആദ്യത്തെ വനിതാ ഡയറക്ടർ ആര്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. കേരള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ആദ്യത്തെ വനിതാ ഡയറക്ടർ ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ അറിയോ? കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ആദ്യത്തെ വനിതാ ഡയറക്ടർ
ഉത്തരം ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. നീത കെ ഗോപാൽ. ആരാണ്? നീത കെ ഗോപാൽ എന്നുള്ള അറിഞ്ഞിരിക്കും. നീത കെ ഗോപാൽ എന്നുള്ള അറിഞ്ഞു. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. കേരള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ആദ്യത്തെ വനിതാ ഡയറക്ടർ പേരെന്താണ്? നീത കെ ഗോപാൽ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. എന്താണ് പ്രത്യേകത? നമ്മൾ പറഞ്ഞു കേരള കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പുതിയ ഡയറക്ടറായിട്ട് നീത കെ ഗോപാൽ ചുമതലയേറ്റു. ഇതിന്റെ പ്രാധാന്യം എന്താണ്? ആദ്യത്തെ വനിതാ ഡയറക്ടറാണ് എന്നുള്ള ഒരു പ്രത്യേകത ഉണ്ട്. അപ്പൊ അതൊന്ന് ഓർത്തു വെച്ചിരിക്കുക. ആദ്യത്തെ വനിതാ ഡയറക്ടറാണ്. പേര് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തൊരു പേരിലെ നീത കെ ഗോപാൽ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഏത് സംസ്ഥാനമാണ് ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പ്രതിമാസം നിശ്ചിത തുക വീതം പിടിച്ച് ജീവാനന്ദം സ്കീമിന്റെ പേര് ഓർത്തിരിക്കുക, ജീവാനന്ദം. അപ്പൊ ആ സ്കീം എന്താണെന്നുള്ള ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്. ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പ്രതിമാസം എന്ത് ചെയ്യുന്നു? നിശ്ചിത തുക വീതം പിടിക്കുന്നു. എന്നിട്ട് ജീവാനന്ദം എന്ന പേരിൽ ആന്വിറ്റി സ്കീം നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. അപ്പം ജീവാനന്ദം എന്ന പേരിൽ ആന്വിറ്റി സ്കീം നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് ഏത് സംസ്ഥാനമാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ അറിയോ? എന്താണ് ഉത്തരം? എന്താണ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. നമ്മുടെ കേരളമാണെന്നുള്ള അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ ജീവാനന്ദം എന്ന പേരുള്ള സ്കീം. ജീവാനന്ദമുള്ള സ്കീം എന്താണെന്ന് മനസ്സിലായല്ലോ. ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പ്രതിമാസം എന്ത് ചെയ്യുന്നു? നിശ്ചിത തുക വീതം വെക്കുന്നു. അപ്പൊ ജീവാനന്ദം എന്ന പേരിൽ ആന്വിറ്റി സ്കീം നടപ്പിലാക്കുന്നത് ഏത് സംസ്ഥാനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്താണ്? കേരളമാണെന്നുള്ളത് അറിഞ്ഞിരിക്കാം. അപ്പൊ ഇതാണ് ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പ്രതിമാസം നിശ്ചിത തുക വീതം പിടിച്ച് ജീവാനന്ദം എന്ന പേരിൽ ആന്വിറ്റി സ്കീം നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപടി തുടങ്ങി. ജീവനക്കാർ വിരമിച്ചു കഴിയുമ്പോൾ മാസം തോറും നിശ്ചിത തുക തിരികെ നൽകും വിധം പദ്ധതി ആവിഷ്കരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അപ്പൊ ജീവാനന്ദം എന്നുള്ള സ്കീം ഓർത്തിരിക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് ജീവാനന്ദം എന്നുള്ള സ്കീം. അതെന്താണെന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ എവിടെയാണ് നടപ്പിലാക്കിയത്? കേരളത്തിലാണ് നടപ്പിലാക്കുന്നത് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി എന്താണ് ആന്വിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഷുറൻസ് കമ്പനിയും ഒരു വ്യക്തിയും തമ്മിലുള്ള ദീർഘകാല നിക്ഷേപ കരാറിനെയാണ് ആന്വിറ്റി എന്ന് പറയുന്നത്. അതിൽ വ്യക്തി സീരീസുകളിലോ ഒറ്റത്തവണയായോ പണമടയ്ക്കുന്നു. അതിന് പകരമായി അയാൾക്ക് ഉടനടി അല്ലെങ്കിൽ ഭാവിയിൽ ആനുകാലിക വിതരണങ്ങളോ വരുമാനമോ ലഭിക്കുന്നു. അപ്പൊ അതാണ് ആന്വിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ജീവാനന്ദം എന്നുള്ള സ്കീം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ജീവാനന്ദം ജീവനക്കാരുടെ ശമ്പളത്തിന് മാസം തോറും ഒരു നിശ്ചിത തുക മാറ്റിവെക്കുന്നു. അപ്പൊ ജീവാനന്ദം എന്നുള്ള ഒരു സ്കീമിന്റെ പേര് ഓർത്തു വെച്ചിരുന്നോളൂ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. സ്കൂൾ ബസ്സുകളിൽ ഓൺലൈൻ ട്രാക്കിംഗ് സംവിധാനം നടപ്പിലാക്കുന്നതിനായി MVD വികസിപ്പിച്ചെടുത്ത ആപ്പിന്റെ പേരെന്താണ്? നമ്മൾ മുന്നേ ഒരു ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. സ്കൂൾ ബസ്സുകളിൽ ഓൺലൈൻ ട്രാക്കിംഗ് സംവിധാനം നടപ്പിലാക്കുന്നതിനായി MVD വികസിപ്പിച്ചെടുത്ത ആപ്പ് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ പറയട്ടെ. ഏകദേശം കുറെ പേർക്കൊക്കെ അറിയുന്നതായിരിക്കാം ഇത്. ഉത്തരം പറയാണ്. ഉത്തരം ഓപ്ഷൻ ഈ ഒരു പിക്ചറിൽ നമുക്ക് വളരെ ക്ലിയർ ആണ് അല്ലേ? കിട്ടിയല്ലോ, ഉത്തരം കിട്ടിയല്ലോ. എന്താണ്? വിദ്യാവാഹൻ അല്ലേ? വിദ്യാവാഹൻ. അപ്പോൾ ഈ ഒരു ആപ്പ് വഴി പേരൻസിന് കുട്ടികൾ എവിടെ എത്തി അങ്ങനെ അവരുടെ സ്കൂൾ ബസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആപ്പിന്റെ പേര് അറിഞ്ഞിരിക്കുക, വിദ്യാവാഹൻ എന്നുള്ളതാണ്. സ്കൂൾ ബസ്സുകളിൽ ഓൺലൈൻ ട്രാക്കിംഗ് സംവിധാനം നടപ്പിലാക്കുന്നതിന് MVD വികസിപ്പിച്ചെടുത്ത ആപ്പാണ് ഏതെന്ന് പറയുന്നത്? വിദ്യാവാഹൻ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഈ ആപ്പ് ഉപയോഗിച്ച് രക്ഷിതാക്കൾക്ക് കുട്ടികൾ യാത്ര ചെയ്യുന്ന സ്കൂൾ ബസിന്റെ തത്സമയ സ്ഥാനം ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ദിനേശ് കാർത്തിക്? ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ദിനേശ് കാർത്തിക്? എന്താണ് ഉത്തരം? എന്താണ്? ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ദിനേശ് കാർത്തിക്? ഉത്തരം കിട്ടിയോ? എന്താണ് ഉത്തരം? എന്താണ്? ക്രിക്കറ്റ് അല്ലേ? ക്രിക്കറ്റ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്? ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിൽ നിന്നും ഔദ്യോഗികമായി വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ദിനേശ് കാർത്തിക്. തന്റെ 39ാം ജന്മദിനത്തിലാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ കാർത്തിക് തീരുമാനം അറിയിച്ചത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിലും ഔദ്യോഗികമായിട്ട് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ദിനേശ് കാർത്തിക്? ആൻസർ എന്താണ്? ക്രിക്കറ്റ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. അഗ്നിപഥ് പദ്ധതിയിലൂടെ വ്യോമസേനയിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിത. അഗ്നിപഥ് പദ്ധതിയിലൂടെ വ്യോമസേനയിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിതയാര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ അറിയോ? എന്താണ് ഉത്തരം? എന്താണ്? അഗ്നിപഥ് പദ്ധതിയിലൂടെ വ്യോമസേനയിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിത ആരാണ്?
ആൻസർ അല്ലെ അഗ്നി. അഗ്നി എന്നൊക്കെ പറയുന്ന പോലെ മേഘം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഈ ഒരു ആൻസറിനെ ഓർത്തു വയ്ക്കാം. ആൻസർ ഇതാണ്, മേഘ മുകുന്ദനാണ് കേട്ടോ. അപ്പൊ അഗ്നിപത് പദ്ധതിയിലൂടെ വ്യോമസേനയിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിതയാണ് മേഘ മുകുന്ദൻ എന്നുള്ളത് ഓർത്തിരിക്കുക. അഗ്നിപത് പദ്ധതിയിലൂടെ ഇന്ത്യൻ വ്യോമസേനയിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിത എന്ന ഖ്യാതി സ്വന്തമാക്കിയിരിക്കുകയാണ് 21-കാരിയായിട്ടുള്ള മേഘ മുകുന്ദൻ. അഗ്നിപത് മേഘം എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ മേഘ മുകുന്ദൻ എന്നാണ് പേര്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ബ്ലൂബർഗിന്റെ ശതകോടീശ്വരന്മാരുടെ പട്ടിക അനുസരിച്ച് ഏഷ്യയിലെ ഏറ്റവും വലിയ ധനികനായിട്ട് മാറിയത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ അറിയോ? ബ്ലൂബർഗിന്റെ ശതകോടീശ്വരന്മാരുടെ പട്ടിക അനുസരിച്ച് ഏഷ്യയിലെ ഏറ്റവും വലിയ ധനികനായി മാറിയത് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ അറിഞ്ഞിരിക്കുക, ഗൗതം അദാനി. ആരാണ്? ഗൗതം അദാനിയാണ് കേട്ടോ. ഗൗതം അദാനി എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 2024 മെയിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച യുഎന്നിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിരുന്ന വ്യക്തി. 2024 മെയിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച യുഎന്നിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിരുന്ന വ്യക്തി ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ അറിയോ? ആൻസർ പറയാം. ആരാണ്? രുചിര കാംബോജ് അല്ലെ. രുചിര കാംബോജ് എന്നുള്ളത് അറിഞ്ഞിരിക്കും. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, 2024 വിരമിക്കൽ പ്രഖ്യാപിച്ച യുഎന്നിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിരുന്ന വ്യക്തി ആര് എന്നുള്ളതാണ്. നമ്മുടെ ആൻസർ ഇതാണ്, രുചിര കാംബോജ് ആണ് കേട്ടോ. രുചിര കാംബോജ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പൊ 2022 ഓഗസ്റ്റ് 2 മുതൽ യുഎന്നിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിരുന്നു രുചിര കാംബോജ് എന്നുള്ള കാര്യവും അറിഞ്ഞു വെച്ചിരിക്കുക. ഓക്കെ, കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടെ പറയണം. നമ്മുടെ 247 മലയാളത്തിൽ കറണ്ട് അഫയർ LDC സ്പെഷ്യൽ കറണ്ട് അഫയർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു എക്സാം ഫോക്കസ്ഡ് ബാച്ചാണ്. എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്ത് അതിൻ്റെ കണക്റ്റഡ് ഫാക്റ്റും അതുപോലെ തന്നെ PSC ബുള്ളറ്റിൻ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കറണ്ട് അഫയർ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഡിസ്കസ് ചെയ്യുന്ന ഒരു കോഴ്സാണ് കേട്ടോ LDC സ്പെഷ്യൽ കറണ്ട് അഫയർ ബാച്ച്. അപ്പോൾ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാം. ഒരു സ്ട്രക്ചർ ഉണ്ട് അതിന്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, പഠിക്കാൻ സമയം കണ്ടെത്താൻ റെഡി ആയിട്ടുള്ള ആർക്കും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. കുറേ പേര് നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേര് ഇപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ തോന്നുന്നുവെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. വേറെ ആരെയും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ആപ്പ് ത്രൂ തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ കേരള PSC എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിലെന്ത് ചെയ്യണം? ഇതുപോലെ കറണ്ട് അഫയേഴ്സ് LDC സ്പെഷ്യൽ ബാച്ച് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഫോൾഡർ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂപ്പൺ അപ്ലൈഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. അത് യൂസ് ചെയ്യരുത് കേട്ടോ. നമ്മുടെ ആപ്പിൽ കാണുന്ന കൂപ്പൺ യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡിസ്കൗണ്ട് കുറവായിരിക്കും. ഫാക്കൽറ്റി കോഡിനാണ് ഡിസ്കൗണ്ട് കൂടുതൽ. അതുകൊണ്ടാണ് ഫാക്കൽറ്റി കോഡ് യൂസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? എൻ്റർ കൂപ്പൺ കോഡ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് വരും. അവിടെ Y670 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ടിൽ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എമൗണ്ട് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊന്ന് നോക്കണേ. അതുപോലെ നമ്മുടെ അഡ ആപ്പിൽ നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് ബുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സ്റ്റോറിലാണ് കിടക്കുന്നത് കേട്ടോ. സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ കേരള ഹൈക്കോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. കേരള ഹൈക്കോർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേരള ഹൈക്കോർട്ട് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് ബുക്ക് ഫോർ കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം എന്ന് പറഞ്ഞൊരു ഫോൾഡർ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിലും ഇതുപോലെ കൂപ്പൺസ് അവൈലബിൾ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ കൂപ്പൺ കോഡ് യൂസ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അവിടെ Y670S എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യാം. നമ്മൾ ബുക്സ് ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ Y670S എന്ന കൂപ്പൺ കോഡാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എമൗണ്ട് കുറഞ്ഞതായിട്ട് കാണാം. എന്നിട്ട് ബൈ നൗ കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ നമുക്ക് കോഴ്സും ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ കോഴ്സും അവൈലബിൾ ആണ്. റാങ്ക് ഫയലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ സ്റ്റോറിൽ പോയിട്ട് ഈ ഒരു കൂപ്പൺ കോഡ് Y670 ബുക്ക് ആണെങ്കിൽ Y670S, കോഴ്സ് ആണെങ്കിൽ Y670 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ക്വിക്ക് റിവിഷനിലേക്ക് കടക്കാം. എല്ലാവരും മാക്സിമം എന്ത് ചെയ്യുക? ക്വിക്ക് റിവിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം നിങ്ങൾക്ക് എല്ലാ ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ. ഒരു തവണ നമ്മൾ വായിച്ചു പോയി. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. ശരി, ആൻസേഴ്സ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നക്ഷത്ര സഭ എന്ന പേരിൽ ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രചാരണം നടന്ന സംസ്ഥാനം ഏതെന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? ഉത്തരാഖണ്ഡാണ്. കുറച്ച് സ്പീഡിൽ പറയാം, മാക്സിമം സ്പീഡിൽ, ക്ലാസ്സിൻ്റെ അത്രയും സ്പീഡിൽ തന്നെ നിങ്ങളും ആൻസേഴ്സ് ഒന്ന് കമൻറ്റ് ചെയ്ത് പോകാം കേട്ടോ. ശരി,
അടുത്ത ക്വസ്റ്റ്യൻ ലോക സൈക്കിൾ ദിനം എന്നാണ്. ലോക സൈക്കിൾ ദിനം എന്നു ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ജൂൺ 3 അല്ലെ? ജൂൺ 3 എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം സ്ഥാപിതമായത് എവിടെ എന്നുള്ളതാണ്. ഓർക്കുന്നുണ്ടല്ലോ? ആൻസർ ഓർക്കുന്നുണ്ടല്ലോ? ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ എ ആണ്, പെഞ്ച് ആണ് അല്ലെ? പെഞ്ച് ടൈഗർ റിസർവ് ആണ്. പെഞ്ച് ടൈഗർ റിസർവ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് കേരള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ആദ്യത്തെ വനിതാ ഡയറക്ടർ ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി അല്ലെ? നീത കെ ഗോപാൽ. നീത കെ ഗോപാൽ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പൊ മറക്കരുത്, ആദ്യ വനിതാ ഡയറക്ടറാണ് നീത കെ ഗോപാൽ എന്നുള്ളതും ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഏത് സംസ്ഥാനമാണ് ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പ്രതിമാസം നിശ്ചിത തുക വീതം പിടിച്ച് ജീവാനന്ദം എന്ന പേരിൽ ആനുറ്റി സ്കീം നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്? ഏതാണ്? ഏത് സംസ്ഥാനമാണ്? നമ്മുടെ കേരളമാണ് അല്ലെ? നമ്മുടെ കേരളമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് സ്കൂൾ ബസ്സുകളിൽ ഓൺലൈൻ ട്രാക്കിംഗ് സംവിധാനം നടപ്പിലാക്കുന്നതിനായി MVD വികസിപ്പിച്ചെടുത്ത ആപ്പ് ഏത് എന്നുള്ളതാണ്. അതിന്റെ ആൻസർ എന്താണ്? വിദ്യാവാഹൻ അല്ലെ? വിദ്യാവാഹൻ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് സ്കൂൾ ബസ്സുകളിൽ സെയിം ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ദിനേശ് കാർത്തിക്? ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ദിനേശ് കാർത്തിക്? ആൻസർ എന്താണ്? ക്രിക്കറ്റ് ആണ്. ക്രിക്കറ്റ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് അഗ്നിപത് പദ്ധതിയിലൂടെ വ്യോമസേനയിൽ ഇടം നേടിയ ആദ്യത്തെ മലയാളി വനിത ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? മേഘ മുകുന്ദൻ അല്ലെ? മേഘ മുകുന്ദൻ. അടുത്തത് ബ്ലൂബെർഗിന്റെ ശതകോടീശ്വരന്മാരുടെ പട്ടിക അനുസരിച്ച് ഏഷ്യയിലെ ഏറ്റവും വലിയ ധനികനായി മാറിയത് ആര് എന്നുള്ളതാണ്. ആൻസർ ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു? ഗൗതം അദാനി അല്ലെ? ഗൗതം അദാനി എന്നുള്ളത് അറിഞ്ഞിരിക്കുക. 2024 മെയ്യിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിരുന്ന വ്യക്തി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? രുചിര കാംബോജ് ആണ്. രുചിര കാംബോജ് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ കേരള PSC LDC സ്പെഷ്യൽ CA ബാച്ച് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് സ്റ്റോറിൽ കേരള PSC അതിൽ LDC സ്പെഷ്യൽ കറണ്ട് അഫെയർ കോഴ്സ് ചൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. കോഡ് മറക്കരുത്. ബുക്ക് ആണെങ്കിൽ Y670S എന്ന കൂപ്പൺ കോഡാണ് യൂസ് ചെയ്യേണ്ടത്. കോഴ്സ് ആണെങ്കിൽ Y670 എന്ന കോഡാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ആപ്പിൽ ഒരുപാട് ഫ്രീ കണ്ടന്റ് അവൈലബിൾ ആണ്. അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. ഇത് നമുക്ക് കോഴ്സ് ഈ ഒരു രീതിയിലാണ് പർച്ചേസ് ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് കോഴ്സും പർച്ചേസ് ചെയ്യാം. ഇവിടെയാണെങ്കിൽ അതിൻ്റെ റാങ്ക് ഫയലും പർച്ചേസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ആപ്പിൽ ഒരുപാട് ഫ്രീ കണ്ടന്റ് അവൈലബിൾ ആണ്. അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയുള്ള കോഴ്സുകളാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. കോഡ് മറക്കരുത്, Y670 ആണ്. അപ്പോൾ ആപ്പിൽ നിങ്ങൾക്ക് ഡെയിലി ക്യൂസുകൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അതൊക്കെ മാക്സിമം ഒന്ന് യൂട്ടിലൈസ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്